മലയാളി എവിടത്തല്ല കുറുപ്പ് സാറിൻ്റെ ഗാനസങ്കരങ്ങളോ കവിതയോ എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ലോകത്ത് എവിടെ മലയാളികളുണ്ടെങ്കിലും ശരി അവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. DC ബുസിൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നാരായണ ഭ്രാന്തന്റെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആ കൃതിയുടെ 25ാം പതിപ്പിന്റെ പ്രകാശനം കൂടി ഈ രീതിയിൽ നടക്കുകയാണ്. ശ്രീ B. മധുസൂദനൻ നായർക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മധുസൂദനൻ നായരുടെ കവിതാ സമാഹാരം സ്വീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഭിനേതാവ് ശ്രീ മുരളിയാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രൊഫസർ D. വിനയേന്ദ്രൻ ഈ വേദിയിലുണ്ട്. നിങ്ങളെവരുടെയും പേര് ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മലയാളത്തിന്റെ സൗഭാഗ്യമായി നമുക്ക് കിട്ടിയ ഒരു കവി ദമ്പതികൾ ഈ ഗതിയിലുണ്ട്. ഏറെ ചെറുപ്പത്തിലെ അറിയപ്പെടുകയും മലയാളികളെ മനസ്സിലേറ്റുവാങ്ങുകയും ചെയ്ത കവിതയുടെ ഉടമയാണ് ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി വിജയലക്ഷ്മിയോടൊപ്പം ഈ വേദിയിലുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളു. എന്താണെന്ന് പറയാതെ ആരുടെയും വിശേഷം കൂടാതെ നിങ്ങളോട് നേരിട്ട് സംവദിക്കട്ടെ. ഔപചാരികമായിട്ട് ഒരു വാക്യം കൂടി പറയാൻ ഈ കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ചർച്ചിച്ചു. അങ്ങനെ ഉദ്ഘാടനത്തോടൊപ്പം വരുന്ന കവിതയുടെ പേര് ഇന്ത്യ പൂവ. ഇന്ത്യ പൂവ, ഇംഗ്ലീഷിലെ പൂവ തന്നെ. ന്യൂയോർക്കിലെ ഒരു തീവണ്ടി ഓഫീസിന്റെ പ്ലാറ്റ്ഫോമിൽ കണ്ട ചില കാഴ്ചകളാണ് ഈ കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. അതെന്തൊക്കെയായിരുന്നു എന്ന് പറയേണ്ടതില്ല. കവിതയിലൂടെ നിങ്ങളോട് നേരിട്ട് സംവദിക്കട്ടെ. ഇന്ത്യ പൂവ അതൊരു പട്ടാളത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നതാണ്. ന്യൂയോർക്ക് പഥികവൻ തിക്കും തിരക്കും ആ സായാഹ്ന വണ്ടികൾക്കൊപ്പം മറയവേ. ന്യൂയോർക്ക് പഥികവൻ തിക്കും തിരക്കും ആ സായാഹ്ന വണ്ടികൾക്കൊപ്പം മറയവേ. ആരവാരങ്ങൾ കുറഞ്ഞൊര തീവണ്ടി ഓഫീസിലെ പ്ലാറ്റ്ഫോമിലൂടവേ കൗതുക കാഴ്ചകൾ കുത്തിപ്പെറുക്കിയ കണ്ണിലെ കരിയിലാം ബീച്ചുകൾ വാറും. ആരവാരങ്ങൾ കുറഞ്ഞൊര തീവണ്ടി ഓഫീസിലെ പ്ലാറ്റ്ഫോമിലൂടവേ കൗതുക കാഴ്ചകൾ കുത്തിപ്പെറുക്കിയ കണ്ണിലെ കരിയിലാം ബീച്ചുകൾ വാറും. ഗിത്താറിലേതോ പുരാതന ഗോത്ര സംഗീത താളം കൂടി. ഗിത്താറിൽ ഏതോ പുരാതന ഗോത്ര സംഗീത താളം കുടിക്കുന്നു. കേട്ടുകയാണ് കറുമ്പൻ യുവാവൊരാൾ. കാട്ടുമയിലിനെ പോലൊരു പെൺകൊടി തൊട്ടടുത്തായിരുന്നു. പാഹയൊഴിക്കുന്ന മട്ടിൽ സ്ഥലനിതംബങ്ങൾ വിറപ്പിച്ചു ചുവടുകൾ വയ്ക്കവേ
ഉറുക്കുകൾ ആലിപ്പഴം പോലും പൊഴിയുന്നു. വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം സമ്പന്നമായ ഒരു കവിസമ്മേളനം ഇവിടെ നടക്കുന്നത് കാണാൻ വളരെ സന്തോഷമുണ്ട്. സദസ്സിൽ കാവ്യ ആസ്വാദന കൃതികൾ നിറഞ്ഞിരിക്കുന്നു. വേദിയിൽ നമ്മുടെ പ്രശസ്ത കവികൾ എത്തിയിട്ടുണ്ട്. മുതിർന്ന കവികളും മുതിർന്നുകൊണ്ടിരിക്കുന്ന കവികളും യുവകവികളും വളരെ വൈവിധ്യം തികഞ്ഞ ഒരു കവി സമ്മേളനമാണ്. അപൂർവമാണ് ഇത്തരമൊരു സമ്മേളനം. DC ബുക്സിൻ്റെ 30ാം വാർഷികത്തിന് തികച്ചും യോഗ്യമായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കവിതയുടെ വളർച്ചയ്ക്ക് DC ബുക്സ് വളരെ ശ്രദ്ധേയമായ നിലയിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നത് ഒരു സത്യം മാത്രമാണ്. രസം തോന്നുന്ന ഒരു കണ്ണ് മലയാള കവിതയുടെ പുതിയ കാലഘട്ടത്തെ ഒട്ടൊക്കെ അനുസ്മരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. കവിതയുടെ പേര് സംഭാഷണം. പ്രഭാഷണമല്ല, പ്രഘോഷണമല്ല, വെറും സംഭാഷണം. മനുഷ്യന്മാരുടെ നീ ഇപ്പോൾ എന്നെപ്പറ്റി പറയുന്നതൊക്കെ കവിതയായി എഴുതില്ലോ, പ്രതീകാത്മകമായി മാത്രം. പ്രതീകമാകുമ്പോൾ ഇന്നതെന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് മാത്രം മനസ്സിലാവുകയും ചെയ്യും. ചിലപ്പോൾ നമുക്കും മനസ്സിലാകില്ല. നോക്കൂ, നീ പറയുന്നതൊക്കെ എൻ്റെ മൊഴിയാണ്. നിന്റെ കവിതകളൊക്കെ എൻ്റെ ആത്മകഥകളായതുകൊണ്ട് അങ്ങനെ വേണം. ഒരാളിലൂടെ കേൾക്കുന്നത് പലരുടെ മനോഗതങ്ങളാണ്. നമ്മുടെ കഥയിൽ നിന്നാതെ നമ്മുടെ സംഭാഷണത്തിൻ്റെ പറയുന്നത്. നല്ല കവിത സംഭാഷണമായി ചിലപ്പോൾ ഒരാൾ മാത്രം സംസാരിക്കും. കഴിഞ്ഞ സന്തോഷം. അതോടൊപ്പം 25ാമത് പതിപ്പ് ഒരു കവിതാ പുസ്തകത്തിന് കുറച്ച് കാലപ്പെട്ട് ഉണ്ടായ ഒരു സംഭവത്തിന് കാരണത്തിൽ നിർവഹിക്കാനുള്ള അവകാശം ലഭിച്ചത് ഇങ്ങനെയാണ്. കവിതാ പുസ്തകത്തിന് ഇത്രയും പതിപ്പുകളൊക്കെ ഉണ്ടാകുന്നത് കൊള്ളാവുന്ന കാര്യമാണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നില്ല. കവിതയ്ക്ക് അധികമൊന്നും പ്രചാരമില്ലാകാൻ പാടില്ല. അങ്ങനെ എല്ലാവരും വായിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിനെയും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. അത് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എന്തിനായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുണ്ട്. ഏതായാലും ഇതിനൊക്കെ അനുസരിച്ചുകൂടെ ഈ കവി സമ്മേളനം തന്നെ നിശ്ചയിച്ചിരുന്നതിനേക്കാളും സഹക്കറവുള്ള ഇത് നിശ്ചയിച്ചിരുന്നത് അടുത്ത ഒരു ഹോട്ടലിലെ ഒരു ചെറിയ സ്ഥലത്തായിരുന്നു. ആൾക്കാരത് കവി കേൾക്കാൻ കാണില്ല. ഇപ്പോഴത്തെ ഒരു തോന്നലായിരുന്നു സംഘാടകർക്ക് കൊണ്ടുപോകും. ഇതല്ലേ അവസാനം വേദി മാറ്റേണ്ടതായിരുന്നു. കാരണം കവിത കേൾക്കാൻ ധാരാളം ആൾക്കാർ എത്തിപ്പെട്ടിരിക്കുന്നു
ധാരാളം പേര് കവിത കേൾക്കുകയും കവിത വായിക്കുകയും ഒരേ കവിതയുടെ തന്നെ പല പതിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ നിങ്ങളിൽ ചില പുല്ലുകിരികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറ് കയറി കുട്ടിയെ വെളിയിലെടുത്ത് വെട്ടി നുറുക്കി തിന്നതോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു. ഒരു വികൃത ജന്തുവായി രൂപം മാറി അയാൾ പുരികത്തിൽ വില്ല് ഉരച്ചുകൊണ്ട് കൊലപ്പല്ല് കാട്ടി എന്റെ നേരെ മുരണ്ടു. ഇത് ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ശ്രീ മുരളിക്ക് ഈ പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് സന്തോഷകരമായ നിമിഷമാണ്. ഒപ്പം എൻ്റെ സുഹൃത്തും കവിയുമായ ശ്രീ മധുസൂദൻ നായരുടെ നാരായണാന്തൻ എന്ന കവിതാ സമാഹാരത്തിൻ്റെ 25ാം പതിപ്പ് ജയിച്ചു പങ്കെടുക്കാൻ കഴിയുന്നു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമായി ഞാൻ കരുതുന്നു. കാരണം ഞാൻ കവിയല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ വേദിയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ മിക്കവാറും കവികളുടെ പല കവിതകളും ഞാൻ മനഃപ്പാഠമാക്കി അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ എഴുതി തുടങ്ങുന്ന കാലം മുതലുള്ള എൻ്റെ സുഹൃത്താണ്. നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ഒരു ബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 82-ൽ ഓർമ്മ ശരിയാവുന്നറിയില്ല, ഏറ്റവും ആദ്യയുടെ സ്റ്റോറി എന്ന നാടകം അവതരിപ്പിച്ച അന്ന് വൈകുന്നേരമായിരിക്കും. പക്ഷേ ആദ്യമായി ശ്രീ മധുസൂദൻ നായിക്ക് തീർച്ചയായി ബാങ്ക് പ്രൊഫഷനേക്കാണ് ഓർമ്മ ശരിയാണെന്നറിയില്ല ഇതേ സംബന്ധിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. പല കവിതകൾ, മിക്കവാറും എല്ലാ കവിതകളൊന്നും പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നിരൂപകന്റെ ബുദ്ധിപരമായ സാമീപ്യമല്ല കവിതയോടുള്ളത്. അനുഭവവും വാക്കും അതിൻ്റെ അർത്ഥവും ഒക്കെയാണ്. അതിന് ചെറിയ കാരണക്കാരൻ ശ്രീ കടമ്പനിയുമാണ്. അദ്ദേഹം ഒരിക്കൽ എഴുതിയത് വാക്കിന് അർത്ഥമുണ്ടെന്ന്, അർത്ഥം കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കവിതയെ ഒരു നടൻ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ശ്രമിച്ചുള്ളത്. മിക്കവാറും കവിതയുടെ നാരായണപ്രസാദന്റെ അതുപോലെ ആ സമാധാനം മിക്കവാറും എല്ലാ കവിതയും ഞാൻ വായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് പലപ്പോഴും സ്വന്തം കവിത ചൊല്ലുന്നതാണ് സാധാരണ കവികളുടെ രീതി. പക്ഷേ ആശാനെയോ ചങ്ങമ്പുഴയെയോ മറ്റേ ശബ്ദം കൊണ്ട്, ശബ്ദമാധുരി കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ വികാരം മനസ്സിലാക്കി ചൊല്ലിച്ച് ഒരു ആസ്വാദകനെ സംതൃപ്തിപ്പെടുത്തിയ കവി കൂടിയാണ് മധുസൂദൻ നായർ. എനിക്ക് തോന്നാറുണ്ട് വീണപൂവ് ഇത്ര മനോഹരമായി വരാനുള്ള സംശയം. അതുപോലെ
അതുപോലെ ആശാന കവിത. ഇപ്പൊ സ്വന്തം കവിത മാത്രമല്ല, മറ്റ് കവികളും കൂടി മലയാളികളുടെ അല്ലെങ്കിൽ ആസ്വാദകന്റെ കാവ്യ ആസ്വാദനത്തിന് നിമിത്തമാക്കിയ ആള് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ കവിതാ പുസ്തകം 11 വർഷത്തിനിടയ്ക്ക് 25ാം പതിപ്പ് ഇറങ്ങുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഗുരുജി പറഞ്ഞു, ഗുരുജി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കളഞ്ഞിട്ട് സാറിന് എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഹാളിൽ നിന്ന് മറ്റൊരു ഹാളിലേക്ക് മാറേണ്ടി വരുന്നത് തന്നെ ഒരു വലിയ നിമിത്തമാണ് ആസ്വാദനത്തിൽ. ഇത്രയും ആൾക്കാർ വരിക ഒരു വലിയ സംഗതിയാണ്. ഇവിടെ എനിക്ക് കർത്തവ്യം ഒരു കവിത ചൊല്ലി വിരമിക്കുക എന്നതാണ്. അതാണ് ഉചിതം. അതുകൊണ്ട് 25 പതിപ്പോളം അല്ലെങ്കിൽ 24 പതിപ്പോളം 6ാമത്തെ ഖണ്ഡത്തിന്റെ അക്ഷരങ്ങൾ ഏറ്റുവാങ്ങിയ കേരള മനസ്സിലുള്ള എൻ്റെ എല്ലാ പ്രണാമങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കവിതയുടെ അനന്തലോകങ്ങളിലേക്ക് മാറുന്ന കേരളീയ മനസ്സിന് തനിയേ നടന്നു നീ പോവുക, തളർന്നാലും മനുതേ പരാശ്രയവുമിളവും. തനിയേ നടന്നു നീ പോവുക, തളർന്നാലും മനുതേ പരാശ്രയവുമിളവും. അനുഗാമിയില്ലാത്ത പഥിക തുടർന്നാലും ഇടരാതെ നിൻ ധീരഗാനം, തുടർന്നാലും ഇടരാതെ നിൻ ധീരഗാനം. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ. വെടികൊണ്ട പക്ഷിയൊന്നെവിടെയോ പറന്ന ചിറകൊച്ച ഇഴയുന്നു പിന്നിൽ. രാഗം കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി. രാഗം കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി. ഗായകർ നായകർ പൂവിട്ടു ഭജനം കഴിച്ചു വേഗം കരിമ്പൂച്ചകൾക്കൊപ്പമങ്ങെപ്പോഴേ യാത്രയായി. ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രമെരിയുന്ന കാലാൽ വലത്തുവച്ചും മൗനവദനക്കടക്കാറ്റുറച്ചും ശമിക്കാത്ത വദനമായി പെയ്തും നടക്കയാണിപ്പോഴും. ഇങ്ങു ഞാനെന്തേ തിരഞ്ഞു വന്നു, ഇങ്ങ് ഞാനെന്തേ തിരഞ്ഞു വന്നു. ഭീതനിൽ കുതിരയജ്ഞം പിഴച്ചുവല്ലോ. കുടിലയന്ത്രങ്ങളിൽ ഗൂഢമന്ത്രം ജപിച്ചെയ്തൊരത്രം എൻ നെഞ്ചിലേ വീണുവല്ലോ. ആത്മരക്ഷയെങ്ങനെ തിരഞ്ഞു വഴിയെല്ലാടഞ്ഞു നിൽക്കുമ്പോൾ ഒന്നൊന്നും അറിയാത്ത ദുഃഖങ്ങള നാട്ടുകുഞ്ഞുങ്ങളെന്തിനോ പാട്ടു തുടരുന്നു. കുഞ്ഞുങ്ങൾ എന്തിനോ പാട്ടു തുടരുന്നു. തനിയേ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയം
ഇളവും അനുഗാമിയില്ലാത്ത പതിക നിൻ ദീപമീയവനിൽ സ്നേഹമാം ദൈവം അവനു പേരുള്ള രാമ ഈശോ സത്യം അവനാണ് ചഞ്ചലൻ ധീരൻ ധീരമാം സ്നേഹമേ ശാന്തി ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി ധീരമാം സ്നേഹമേ ശാന്തി ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി ആരാണ് ഗാന്ധി ആരാണ് ഗാന്ധി നിഴച്ചുള്ളി ഊന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ താൻ തീർത്ത വറചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവൻ വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോ കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി നാൾവഴിയിൽ ഇവനിന്ന് നാമമില്ല നാട്ടുനടവഴിയിൽ ഈ ഉരുവമോർമ്മയില്ല നാൾവഴിയിൽ ഇവനിന്നു നാമമില്ല നാട്ടുനടവഴിയിൽ ഈ ഉരുവമോർമ്മയില്ല എന്നാലും നിലവിളിക്കിടയിൽ ഉള്ളിലെ കണ്ണീരിലൂറുന്നു ഗാന്ധി എന്നാലും നിലവിളിക്കിടയിൽ ഉള്ളിലെ കണ്ണീരിലൂറുന്നു ഗാന്ധി ഭാവിനാറ്റുന്നോരുറക്കത്തിരണ്ടിന്റെ പക്കിൽ ചിരിക്കുന്നു ഗാന്ധി കലിവിരുത്തങ്ങളിലഗാധ ജീവധ്യാനമലരായി പിരിയുന്നു ഗാന്ധി ധ്യാനമലരായി പിരിയുന്നു ഗാന്ധി കാഴ്ചകൾ കറുക്കുന്നു കറുത്ത മർദ്ദം താങ്ങി പിടഞ്ഞതാണ് നമ്മൾ കത്തിച്ച തിരി പോലും ഉഷ്ണവായുക്കൾ മാന്തിപ്പൊഴിക്കും സ്വാസ്ഥ്യത്തിന്റെ സിദ്ധസങ്കല്പങ്ങളിൽ നിരക്കം മാത്രം കേൾക്കാം ചുറ്റും ആകാശം മഹാരൗരവം സൂചിമുഖബന്ധത്തിൽ കൊള്ളിപ്പിശാചുക്കളോ കാലം പോലും കെട്ടിയാടുന്നു കൊലച്ചെണ്ണകളാകുന്നു നഷ്ടസത്വരായി പോയോണ്ടിരിക്കുക നമ്മൾ കാത്തുപോകുന്ന ഈ പ്രശാന്തനം താഴികം കൂടെ താഴെ തകർന്ന തലയോട്ടി കൂനയായി അഴിഞ്ഞല്ലോ ആര് ചെയ്തു നീയും ഞാനും തമ്മിൽ നോക്കുന്നു ആരറിഞ്ഞാവും തമ്മിൽ ചോദിക്കുന്നു നീയോ നീയോ ഏത് ഇരുട്ടലുകൾ വന്ന് അകമേ നമ്മെ കോർത്ത നേഴ കരളുന്നു ആ ഒരു രണ്ടു വരികൾ എന്റെ ഹൃദയത്തിൽ വല്ലാതെ ആര് തമിച്ചു കറുത്ത കല്ലും വെളുത്ത കല്ലും കറുപ്പന്ത വെളുപ്പന്ത സൂര്യകാന്തം ചന്ദ്രകാന്തം മരിക്കാതിരിക്കാൻ ഏത് കല്ലെടുക്കണം കറുത്ത കല്ലെടുത്താൽ സൂര്യനെ കണ്ടു മരിക്കാം വെളുത്ത കല്ലെടുത്താൽ ചന്ദ്രനെ കണ്ടു മരിക്കാം ഭിക്ഷക്കായ തകരപ്പാട്ടയിലെന്താ കറുത്ത കല്ലും വെളുത്ത കല്ലും കറുപ്പന്ത വെളുപ്പന്ത സൂര്യകാന്തം ചന്ദ്രകാന്തം മരിക്കാതിരിക്കാൻ ഏത് കല്ലെടുക്കണം കറുത്ത കല്ലെടുത്താൽ സൂര്യനെ കണ്ടു മരിക്കാം വെളുത്ത കല്ലെടുത്താൽ ചന്ദ്രനെ കണ്ടു മരിക്കാം ഭിക്ഷക്കാര ഭിക്ഷക്കാര എനിക്കൊരു നിറമില്ലാത്ത കല്ലുക നിറമില്ലാത്ത കല്ലുക നിറമില്ലാത്ത കല്ലുക ശാപം മൂലം ഭൂമിയിൽ വന്നു ദേവസദസ്സിലെ നർത്തകിയാം നീ കാലത്തിന്റെ മഹാക്ഷേത്രത്തെ ഉണർത്തി നിന്റെ ചിലമ്പുലി ശാപം മൂലം ഭൂമിയിൽ വന്നു ദേവസദസ്സിലെ നർത്തകിയാം നീ കാലത്തിന്റെ മഹാക്ഷേത്രത്തെ ഉണർത്തി നിന്റെ ചിലമ്പുലി
മാനസതാരകലക്ഷം ദീപാവലിയൊടുമാരാധിച്ച ചലച്ചിത്രേശ്വരി മാനസതാരകലക്ഷം ദീപാവലിയൊടുമാരാധിച്ച ചലച്ചിത്രേശ്വരി നീൾമിഴി കൊണ്ട് പൊലിച്ചു വർഷവസന്ത ശരത്തുകൾ മുദ്ര പിടിക്കും വിരലുകൾ കൊണ്ട് രചിച്ചു നാഗം നരകവും അങ്ങനെ ഈരേഴുലകും. നമ്മുടെ നഷ്ടപ്പെടുന്ന മനുഷ്യാവകാശങ്ങൾക്കായി എഴുതപ്പെട്ട ഈ കവിത വായിക്കുന്നു. കവിതയുടെ പേര് ഊഴം. അപമാനിക്കപ്പെട്ട മൃതദേഹം രാത്രിയിൽ എന്നോട് പറഞ്ഞു, കണ്ണില്ലേ എന്റെ കൈകളിൽ ചേർത്ത് വെച്ചത്? അല്ല, ആ തോക്ക് തീർച്ചയായും എന്റേതല്ല. എനിക്ക് വെടിയുണ്ടകളെ അറിയില്ല, എന്റെ മേൽ തറഞ്ഞതിനെ ഒഴികെ. ആ ഡയറി കുറിപ്പുകളും എന്റേതല്ല, ഹിറ്റ് ലിസ്റ്റുകൾ വിളക്കി ചേർത്തവ. കൊല്ലപ്പെട്ടു എങ്കിലും ഞാനൊരു വിഡ്ഢിയല്ല. എങ്കിലും എനിക്കും കാണണം ഞങ്ങളുടെ പേര് ഹിറ്റ് ലിസ്റ്റിൽ ചേർത്ത, എഴുതപ്പെടാത്തതിനാൽ അദൃശ്യമായ ആ നാരകീയ ഡയറി. ഈ സായാഹ്ന വന്ദനം രണ്ട് ചെറിയ കഥകൾ. ഒന്ന് മുറിവുകൾ. നന്ദിയുണ്ട് ദൈവത്തിന്, കണ്ണുകൾ രണ്ട് വായ് ഒന്ന് എന്ന് തീരുമാനിച്ചത്. നന്ദിയുണ്ട് ദൈവത്തിന്, കണ്ണുകൾ രണ്ട് വായ് ഒന്ന് എന്ന് തീരുമാനിച്ചതിന്. മുഖത്താണെങ്കിലും ഒരാൾക്ക് എങ്ങനെ വഹിക്കാനാകും ഇതിൽ കൂടുതൽ മുറിവുകൾ? മുഖത്താണെങ്കിലും ഒരാൾക്ക് എങ്ങനെ വഹിക്കാനാകും ഇതിൽ കൂടുതൽ മുറിവുകൾ? മറുപടി. അവൾക്ക് എഴുതുന്നതിനിടയിൽ കടലാസിൽ പതിയെ വന്നിരുന്ന പൂമ്പാറ്റയെ അറിയാതെ കവർ ഒട്ടിച്ച് അയച്ചു. അവൾക്ക് എഴുതുന്നതിനിടയിൽ കടലാസിൽ പതിയെ വന്നിരുന്ന പൂമ്പാറ്റയെ അറിയാതെ കവർ ഒട്ടിച്ച് അയച്ചു. മറുപടി വരും വരെ വിഭിന്നമായിരുന്നു. അയച്ച സമ്മാനം ബോധിച്ചു എന്നോ കണ്ണിലെ ചോര പറ്റാതെ നോക്കണം എന്നോ അവൾ കുറിക്കുക. അയച്ച സമ്മാനം ബോധിച്ചു എന്നോ കണ്ണിലെ ചോര പറ്റാതെ നോക്കണം എന്നോ അവൾ കുറിക്കുക. മറുപടി അക്ഷരമില്ലാത്ത വെള്ളക്കടലാസിൽ നിന്ന്, മറുപടി കവറിലെ അക്ഷരമില്ലാത്ത വെള്ളക്കടലാസിൽ നിന്ന്, ഹായ് എത്ര നന്ന് അമ്മയുടെ ഈ നാട് എന്നോ മറ്റും ചിരിച്ച് രണ്ട് കുഞ്ഞു പൂമ്പാറ്റകൾ പുറത്തിറങ്ങി ആകാശത്തിൽ പറഞ്ഞു. ആദരണീയനായ കവി ശ്രീ മസൂർ നായർ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ആഹ്വാനം. എൻ്റെ കവിതയുടെ പേര് പരിണാമത്തിൻ്റെ അടിവരകൾ. തുമ്പികളാണ് ഹെലികോപ്റ്ററുകളായി പരിണമിച്ചത്. കുഴിയാനിൽ നിന്ന് ബുൾഡോസർ, തേരട്ട തീവണ്ടിയായി. തുമ്പികളാണ് ഹെലികോപ്റ്ററുകളായി പരിണമിച്ചത്. കുഴിയാനിൽ നിന്ന് ബുൾഡോസർ, തേരട്ട തീവണ്ടിയായി. ശലഭങ്ങളിൽ നിന്ന് പോർവിമാനങ്ങൾ, ഒന്മ മുങ്ങിക്കപ്പലായി. ജിറാഫിൽ നിന്ന് ട്രെയിൻ ഉണ്ടായി, കുതിരയിൽ നിന്ന് ബൈക്ക്. ശലഭങ്ങളിൽ നിന്ന് പോർവിമാനങ്ങൾ, ഒന്മ മുങ്ങിക്കപ്പലായി. ജിറാഫിൽ നിന്ന് ട്രെയിൻ ഉണ്ടായി, കുതിരയിൽ നിന്ന് ബൈക്ക്. പരിണാമം ഒരു തുടർ പ്രക്രിയയുമാണ്. കുരങ്ങിൽ നിന്ന് മനുഷ്യനിൽ, മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറും എന്ന് പറയും. പരിണാമം ഒരു തുടർ പ്രക്രിയയുമാണ്. കുരങ്ങിൽ നിന്ന് മനുഷ്യനും, മനുഷ്യരിൽ നിന്ന് കമ്പ്യൂട്ടറും എന്ന് പറയും. പരിണാമത്തിന്റെ ചില്ലയിൽ ദൈവം മറന്നുവെച്ച കുട പോലെ വവ്വാൽ തൂങ്ങിക്കിടന്നു. പരിണാമത്തിന്റെ ചില്ലയിൽ ദൈവം മറന്നുവെച്ച കുട പോലെ വവ്വാൽ തൂങ്ങിക്കിടന്നു. ഉയരങ്ങളൊക്കെയും അതിന് ആഴങ്ങളായി, കേൾവികളൊക്കെ
കാഴ്ചകളായി. അത് പക്ഷിയോ മൃഗമോ ആയിരുന്നില്ല. പന്ത് കായ്ക്കും കുന്ന് കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രമേ, മണ്ണ് മാന്തി എടുക്കുന്ന കൈകളിൽ പന്ത് പോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, ഒന്ന് ഊക്കി വിളിച്ചറിയിക്കണേ. കുന്നിടിച്ച് നിരത്തുന്ന യന്ത്രമേ, മണ്ണ് മാന്തി എടുക്കുന്ന കൈകളിൽ പന്ത് പോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, ഒന്ന് ഊക്കി വിളിച്ചറിയിക്കണേ. പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണോ പന്ത് കായ്ക്കും മരമായി വളർത്തുവാൻ? പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണോ പന്ത് കായ്ക്കും മരമായി വളർത്തുവാൻ? ബാല്യത്തിന്റെ ഉത്സവച്ചന്തവാക്കിയാക്കുന്നു. ആരവങ്ങൾ കിടക്കൊരാളും വന്നു വില തിരക്കാത്ത പടയൊരിഷ്ടത്തിനെ. എല്ലു മുമ്പേ പിരിഞ്ഞ ബാല്യത്തിന്റെ ഉത്സവച്ചന്തവാക്കിയാക്കുന്നു. ആരവങ്ങൾ കിടക്കൊരാളും വന്നു വില തിരക്കാത്ത പടയൊരിഷ്ടത്തിനെ. ചിന്തകൾ കടും ചായം കലങ്ങിയും കണ്ണിലെ കൊച്ചു കൗതുകം മങ്ങിയും ഇന്നലെകൾ മറന്നു പോന്നാലും നെഞ്ചിലെന്തോ കുരുങ്ങി നിൽക്കുന്നു. കണ്ണടച്ചും തുറന്നും ചിരിച്ചുമാ